ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇച്ചിരി കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഉണക്ക മീനും കുമ്പളങ്ങയോടെ പുളിയിട്ട് പീര പറ്റിക്കാനാണ്. അതെങ്ങനെയാണെന്ന് കാണാം. പീര പറ്റിക്കാനുള്ള മീൻ ഞുറുക്കി ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഉപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്നതേ ഉള്ളൂ, തിളപ്പിക്കുന്നൊന്നുമില്ല. നമ്മൾ അടുപ്പത്ത് വെച്ച മീനാണ്. കുറച്ച് സമയമായി. നമുക്കതൊന്ന് കഴുകി വാരി കുമ്പളങ്ങയ്ക്കകത്തേക്ക് ഇടാം. ഇനി നമുക്കിതിന് മുളക് അരയ്ക്കാം. അതിന് ഞാനൊരു 5-6 കാന്താരി മുളകും 5-6 ഉള്ളിയും പിന്നെ തേങ്ങയും കൂടെ ഇട്ട് കഴന്ന് പോയി. അത് ആദ്യം അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഇതരച്ചിട്ട് നല്ല തേങ്ങ ഇടാം. മഞ്ഞളും ചേർത്ത് അരയ്ക്കുന്നു. ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് അരച്ചു. പക്ഷെ ഇത് അരഞ്ഞു വരുന്നില്ല. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. കറി വേഗം വെള്ളം വേണ്ടാണല്ലോ. മുളക് അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്കകത്തേക്ക് മീനിട്ടു, ഒരു കുടംപുള്ളിക്കട്ട് ഇട്ടു. ഇനി തേങ്ങയും ചേർത്തു, പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കറി വെക്കാം. മുളക് അരച്ചത് റെഡി ആയിട്ടുണ്ട്. അതും കുമ്പളങ്ങയും മീനും കൂടി ഇട്ട് അതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഇനി തീ കത്തിക്കാം. പെട്ടെന്ന് വേകുന്നതല്ലേ ഉണക്കമീൻ, അതുകൊണ്ട് നമുക്ക് കറിവേപ്പിലയൊന്നും ഇനി പിന്നത്തേന് വെച്ചേക്കണ്ട. അത് വിട്ടു കുടംപുളി ഒന്ന് വെള്ളത്തിലേക്ക് താത്തി വെക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് തിളയ്ക്കുമ്പം ഇളക്കിയിട്ട് തോർത്തി വാങ്ങാം. ഒരല്പം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറി ഒന്ന് ഇളക്കിയിട്ടു. കുമ്പളങ്ങയ്ക്കകത്ത് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ. പറ്റി വെന്ത് വരട്ടെ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വെന്തു. ഇനി വെള്ളം വേണമെങ്കിൽ പറ്റിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഉപ്പ് നോക്കി ഒരു ശകലം കുറവുണ്ടായിരുന്നു. നമ്മൾ കാര്യം വെള്ളം എത്ര ഉപ്പ് മീനല്ലേ, എത്ര ഉപ്പുണ്ടെന്ന് അറിയത്തില്ലല്ലോ എന്നോർത്ത് ഒഴിക്കാതെ വെച്ച്. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർക്കേണ്ടി വന്നു. നല്ല രീതിയിൽ ഉപ്പ് പോയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുപ്പ് ഓഫാക്കാം. അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളും കുമ്പളങ്ങയും മീനുമൊക്കെ ഇടയ്ക്കൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.